അമ്മായിന്റെ മെയിൻ പ്രശ്നം മീൻസ് അമ്മായിക്ക് സൗണ്ട് ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല അപ്ഡേഷൻ അല്ല നല്ല ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്ത് ശരിക്കല്ലേ? അതപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പം എല്ലാവരും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും വാട്സാപ്പിലൊക്കെ ഒരുപാട് നല്ല അപ്ഡേഷൻ ഒക്കെ അതിന്റെ മുന്നേ പറയാമോ? എന്നപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റി വേറെ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നൊരു 8 മോഡലുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ചുരിദാറായിട്ടും ഗൗണായിട്ടും ഒക്കെ ഇന്ന് വെറൈറ്റി മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇട്ടത് ഒരു 3 പീസ് സെറ്റാണ്. 3 പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വിചാരിക്കും 3 എണ്ണം ഉള്ളതാണ്. 3 എണ്ണല്ല, ഷോള്, ടോപ്പ്, പാന്റ്, ഇതാണ് 3 പീസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ അന്നപ്പോ എന്താ പറയാ, എല്ലാവർക്കും 3 സെറ്റാണ് 3 പീസ്. 3 പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 3 എണ്ണം, അതായത് ഷോള്, പാന്റ്, ടോപ്പ്, ഇതിനാണ് 3 പീസ് എന്ന് പറയുന്നത്. അതപ്പോ ഇതാണ് ഫസ്റ്റത്തെ നമ്മളുടെ ചുരിദാർ സൈസ് വരുന്നത്. അതായത് XXL ആണ് ഇതുമല്ലുള്ളതെങ്കിലും XL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 പീസ് സെറ്റാണ്. ഇത് കണ്ടോ, താഴത്തെ ഒരു ലേസ് വർക്ക് ഉണ്ട്, അതേപോലെ ഫ്രണ്ടിൽ നല്ലൊരു ലേസ് വർക്ക് ഉണ്ട്, അതേപോലെ കൈക്ക് നല്ലൊരു ചെറിയൊരു ലേസ് വർക്ക് ഉണ്ട്. ഫ്ലവർ പ്രിന്റ് അല്ലേ, പ്രിന്റഡ് ആയിട്ടുള്ളൊരു 3 പീസ് സെറ്റാണ്. കണ്ടില്ല, ഷോളാണെങ്കിലും അത്യാവശ്യം നീളമുണ്ട്, നല്ല ഷോളാണ്, നല്ല ഷോളാണ്, തലയിൽ നിൽക്കുന്ന ഷോളാണ്. അടിപൊളി ഷോളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലൊരു 4 കളേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ കളർ റെഡും ഒരു ലൈറ്റ് ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ടുള്ളൊരു നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. അന്നപ്പോൾ ഇനി ബാക്കി 3 കളേഴ്സ് ഏതാ, ഇതിന്റെ ബാക്കി 3 കളേഴ്സ് ഏതാ നമുക്ക് നോക്കട്ടോ. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ കളർ, ഒരു വൈറ്റ് ആണ് കേട്ടോ. വൈറ്റിൽ ഒരു ക്രീം വരുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു പച്ച വരുന്നുള്ള ഒരു പ്രിന്റഡ് വരുന്ന. പറയൂല, ബാക്കി പറ പറ പറ, ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് പിടിക്കാത്ത എന്തോന്നാ കാക്കോട്ട്. കണ്ടില്ലേ, പാൻ്റ് ആണെങ്കിലും വൈറ്റ് കളറിലുള്ള ഒരു പാൻ്റാണ് വരുന്നത്. അപ്പം നല്ല രസമുണ്ട്. എന്താ പറയുക, ഒരു ചുരിദാർ, ഒരു എന്താ പറയുക, ഈ 3 പീസ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ പ്രിൻ്റ് ആണ് ഫുള്ള് വരുന്നതില്ല, പ്രിൻ്റഡ് ആയിട്ട്. ആശിക്കാക്ക് പറഞ്ഞിട്ട് എനിക്ക് ചടച്ചോ, ഞാനൊന്നും ഒന്നും പറയില്ല കേട്ടോ കാക്കോ. പിന്നെ നിങ്ങൾ പറയേണ്ട ഈ ഡ്രസ്സിനെ പറ്റി, ഈ ഡ്രസ്സിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞത് പറയ്. ഒരു ഫ്രോക്ക് മോഡലുള്ള ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു 3 പീസ് സെറ്റാണ്. കൈ ആണെങ്കിൽ അത്യാവശ്യം നീളമുള്ള കൈയാണ്. അതിന് ബാക്കി 2 കളേഴ്സ് ഏതാണ് കൂടി നോക്കാം കേട്ടോ. ഇതാണ് 3ാമത്തെ കളറ്, ബ്ലാക്ക് കളറാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബ്ലാക്ക് ഫ്ലവർ പ്രിന്റ് ആയതിനെ കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് സൈസ് വന്നിട്ട് XL സൈസാണ് വരുന്നത്, XXL ഒന്നല്ല, XL സൈസാണ്. XL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ്. പറ്റൂല. പിന്നെ എന്താ പറയാ, അത് 2 ദിവസം കൊണ്ട് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും, അങ്ങനെയല്ലേ മറന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ്. എത്ര ആയി നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതിനെ കൊണ്ടാണ്. നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോന്റെ അടിയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോൾ ആ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്പറൊക്കെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോന്റെ അടിയിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിന്റെ ലാസ്റ്റ് കളറും കൂടി ഏതാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇതിന്റെ 4ാമത്തെ കളർ, ബ്ലൂ കളറായിട്ട് നല്ല ഭംഗിയുണ്ട്. ലാസ്റ്റ് കളറാണ് ഈ സെറ്റ്, നെവി ബ്ലൂ ആണ്. നല്ല ഭംഗിയുണ്ട്, അംബ്രല്ല കട്ടാണ്. അപ്പൊ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അത്യാവശ്യം നല്ല നീളം ഒക്കെ ഉള്ള ചുരിദാറൊക്കെ തന്നെയാണ് കേട്ടോ. അതപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ, ഈ കളർ കഴിഞ്ഞിട്ട് ഈ മോഡൽ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് മോഡൽ ഏതാണ് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ 2ാമത്തെ മോഡലാട്ടോ. ഇതൊരു ഗൗണാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഗൗണാണ്. ഗൗണ് കാണാൻ എന്തൊക്കെയാണ് പറയുന്നത്, നല്ല രസമുള്ള ഗൗണാണ്. ഫ്ലവർ പ്രിന്റ് അല്ലേ കാക്കോ? അതെ, റോസ് കളറാണ് കേട്ടോ. പിന്നെ അതിന്റെ സൈസ് വരുന്നത് XXL സൈസാണ്. കുറെ ആൾക്കാർ ചോദിച്ചാണ് XXL ഒന്നും വരുന്നില്ല, XXL മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇത് XXL സൈസ് വരുന്ന ഒരു ഗൗണാണ്.
ടോപ്പിൽ 5 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. 5 കളർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കൈ ആണെങ്കിൽ ഫ്ലവർ പ്രിന്റ് ആയിട്ടുള്ള കൈയാണ്. ഷോളും അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉള്ള നല്ലൊരു ഷോൾ തന്നെയാണ് കേട്ടോ. തലയിൽ നിൽക്കുന്ന ഷോളാണ്. ഇതിൽ പാൻറ് വരുന്നില്ല. ഈ ഗൗണും ഷോളും ഈ ഒരു ഗൗണും മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൗണ് പെയിൻ്റുള്ള ഗൗണൊക്കെ ഉണ്ട് ആണ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഗൗണാട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നോറി വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡിൽ നോറി ഫുള്ളുണ്ടോ? നോറി ഫുള്ളും ബാക്കിലൊക്കെ വരുന്ന നോറിയുള്ള എന്താ പറയുക ഗൗൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഏതാണെന്നും കൂടി നോക്കാം. ഗൈസ് ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കളർ. ബ്ലാക്ക് ആണ് കേട്ടോ. ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു എന്താ പറയുക ഒരു ഓഫ് ബ്ലാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ ബ്ലാക്ക് അല്ല, ലൈറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൽ ഫ്ലവർ പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പ്രിന്റഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഞാൻ പറഞ്ഞത് XXL സൈസാണ് വരുന്നത്. എനിക്ക് XXL ലൂസാണ്. ഇപ്പോൾ XXL കൂടി ഇട്ടപ്പോൾ ഞാൻ എന്താ ചാക്കി കയറി കുത്തിരിക്കുന്ന മാതിരി ഞാൻ ബാഗിൽ പിൻ ചെയ്ത് വെച്ചതാട്ടോ. വേറെ കാര്യമാണ്. അപ്പോൾ നല്ല രസമുണ്ട്. നെക്കും കാര്യങ്ങളൊക്കെ കാണാൻ. റൗണ്ട് ഷേപ്പ് നെക്കും ഒക്കെ ആയിട്ട് വരുന്നത്. നല്ല ലെങ്തിയാണ്. അപ്പോൾ ഇതില് പിന്നെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ്. അതായത് XXL ഉള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ടെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ബാക്കി 3 കളേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി 3 കളേഴ്സും കൂടി നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കളർ. ഇതൊരു പ്യുവർ വൈറ്റ് അല്ല, എന്നാലും ഒരു ഓഫ് വൈറ്റ്. പ്യുവർ വൈറ്റ് നല്ലതൊരു ഓഫ് വൈറ്റും അല്ല കേട്ടോ. ഒരു ഗ്രേ കളർ ജസ്റ്റ് ഒന്ന് മഞ്ഞുള്ളത് നല്ല ഭംഗി ഒരു വൈറ്റ് ആണ്. വൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളും നമ്മളെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. വാട്സപ്പിലെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. പ്രൈസും അതേപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ കാറ്റലോഗ്, അതായത് ഇതിന്റെ മെറ്റീരിയൽ ഏതാന്ന് വരെ നമ്മൾ കാറ്റലോഗിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. 2-3 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. 2-3 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്നെ അവിടുന്ന് ഞാൻ പുച്ഛിക്കുക, അങ്ങനെ ചിരിച്ച് കാണിക്കുക. അപ്പോൾ നല്ല ഭംഗിയൊക്കെ കണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇനി ബാക്കി 2 കളേഴ്സ് ഏതാണെന്ന് നോക്കട്ടെ. അപ്പം ഗായ്സ് ഇതാ ഇതിൻ്റെ 4ാമത്തെ കളർ ഗ്രേ കളറാണ് കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ ഗ്രേ കളർ. പിന്നെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ലൈനിങ് ഫുൾ ലൈനിങ് ആട്ടോ. ഇതിൻ്റെ ലൈനിങ് ഫുള്ളായിട്ടുള്ള ലൈനിങ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അതാ ലൈനിങ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്ര വരെ ലൈനിങ് ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ടുള്ള ലൈനിങ്. പാവാടല്ല, ലൈനിങ് ആടോ. പിന്നെ കൈക്ക് ലൈനിങ് ഉണ്ടോ ചോദിച്ചാൽ കൈക്കും ലൈനിങ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ലൈനിങ് ആണ്. ഫുള്ള് കൈയാണ് കേട്ടോ വരുന്നത്. നല്ല XXL സൈസുള്ള ഗൗണാണ്. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കളറും കൂടി ഏതാ നോക്കട്ടോ. ഗായ്സ് ഇതിൻ്റെ ലാസ്റ്റ് കളർ, ഈ മോഡലിൻ്റെ ലാസ്റ്റ് കളറാണ് ഒരു ലൈറ്റ് റോസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. പിന്നെ ഞാൻ പറയുന്നത് നെറി എല്ലായിടത്തും ബേക്കിലൊക്കെ വരുന്ന നെറിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെ ആണ്. എന്നപ്പോൾ എന്താ പറയുക, ഇനി നെക്സ്റ്റ് മോഡൽ ഏതാന്ന് നോക്കട്ടെ. ഈ മോഡൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് മോഡലാണെന്ന് കൂടി നോക്കട്ടെ. നമ്മൾ 3ാമത്തെ മോഡല് ഇതും ഒരു ഗൗണാണ് കേട്ടോ. ഇങ്ങനെ 3 തട്ടായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു ഗൗണാണ്. അപ്പോൾ ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു മഴ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നല്ല മഴക്കാറൊക്കെ മൂടി കിടക്കുന്നു. മഴ ഇപ്പം പെയ്യുന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് സൈസ് വന്നിട്ട് പെയ്ത് അപ്പൊ XXL സൈസ് ആണ്. അപ്പൊ ബാക്കി 3 കളേഴ്സ് നമുക്ക് നോക്കട്ടോ. നല്ല ഭംഗിയുള്ള 2 ഷോളൊക്കെ ആണ് കേട്ടോ. ഇതിൽ ഫ്രണ്ടിൽ കണ്ട് ലേസ് വർക്കൊക്കെ വരുന്നുണ്ട്. ഷോളിൻ്റെ അവിടെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൈ ആണെങ്കിൽ ഒരു ബലൂൺ ടൈപ്പ് കൈയാണ്. ഫ്രണ്ടിലൊരു എന്താ പറയുക വർക്കും കാര്യങ്ങളും ലേസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി 3 കളേഴ്സ് ഏതാണെന്നും കൂടി നോക്കാം. അപ്പം ഗൈസ് നമ്മൾ ഷൂട്ട് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി. കാരണം നല്ല മഴ പെയ്ത്. അപ്പോൾ നിർത്തി വെച്ച് ഇനി ബാക്കി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അപ്പോൾ നമ്മൾ അന്നൂസിനെ കാണാൻ വേണ്ടി പോവാണ്. അന്നപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇനി നാളെ ആയിരിക്കും നമ്മളെ കാറ്റലോഗിൽ വരുള്ളൂ. സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ നാളെ കാറ്റലോഗിൽ ഇടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. ഈ ഏതെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ അയച്ചു തന്നാൽ ഞാനത് ബുക്ക് ചെയ്ത് മാറ്റി വെക്കണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി നാളെ ഷൂട്ട് എടുക്കുള്ളൂ അല്ലേ ഐസ്. അപ്പോൾ നമ്മൾ അന്നൂസിനെ കാണാൻ വേണ്ടി പോവുക. അന്നൂസിനെ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത് അല്ലേ. സിംബാബ്വെ ഉണ്ട് അവിടെ. അത് അമ്മയുണ്ട്. സിംബാബ്വെ എന്ന് പറഞ്ഞൊരു ഉമ്മി ഇസ്ലി അതാളുണ്ട് കേട്ടോ. അപ്പോൾ 2 ആളുണ്ട്. അപ്പോൾ നമ്മളിനി അന്നൂസിൻ്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാണാം.
ബാബു ഉമ്മ വെക്കാണ് അടിക്കും ചെയ്യോളെ. ഐസ 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 സിംബാവൻ അടിക്കൂ. ഈ സിംബാവൻ അടിക്കൂ. ഉമ്മ വെക്കാണ് കേട്ടോ. കാലൊക്കെ കാലാണ് ഓളെ കാലാട്ടോ. എത്തിയിട്ടുണ്ട്. അമ്മായിനൊക്കെ കണ്ട് അമ്മായി കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പൊ ഇവിടെ കുഴപ്പമുള്ളത് ഞങ്ങള് സിംബാവക്കാണ് കുഴപ്പം. സിംബാബ ഇന്റെ അടുത്തുനിന്ന് വേറെ ആരടുത്തേക്കും പോകുന്നില്ല. ഓ ഒരപ്പെടുത്താളോ ഒല്ലോ പച്ചോനെ. നമ്മൾ അന്നൂസിന്റെ അടുത്ത് എത്തിക്കുന്നു. അന്നൂസേ അമ്മായിന്റെ മെയിൻ പ്രശ്നം മീൻസ് അമ്മായിക്ക് സൗണ്ട് ഇല്ല. അമ്മായിക്ക് സൗണ്ട് ഇല്ല. അമ്മായി ഇവിടുന്ന് അതായത് വെള്ളം ചോദിച്ചപ്പോ അമ്മായിന്റെ താത്ത വെള്ളം കൊടുത്തു. വെള്ളം എല്ലാരും ചോദിക്കും അമ്മായി അമ്മായി വേറെ ആരോ കാണും. ആഷികാക്ക് വെറുതെ വിളിക്കുന്നത് കേട്ടോ അന്നൂസിന്റെ അമ്മായി അമ്മായി. നിന്റെ അമ്മായി ഒന്നുമില്ല. പിന്നെ അന്നൂസിന്റെ വലിയ സർജറിയോ കാര്യങ്ങളോ ഒന്നും അല്ലാണ്ട് ഒരു കുഞ്ഞ് സർജറിയാണ്. ഇത് ഇവിടെ ഇവിടെ തൊക്കിന്റെ ഇവിടെ ഓള് വീണ് മലന്നടിച്ച് വീണപ്പോ ഇവിടെ ഒരു പൈപ്പ് വന്നു. ചെറിയൊരു സർജറിയാണ്. അതൊന്നും ഉള്ളി എടുത്തതേ ഉള്ളൂ അല്ലേ? ഞാൻ ഇവിടെ 2 ഹോസ്പിറ്റൽ അവള് ഇതിന്റെ മുന്നേ ഇവിടെ ഇപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ 2 ഹോസ്പിറ്റലിൽ ആക്കി. ഡ്രസ് ചെയ്യാൻ വന്നപ്പോ 2 ഹോസ്പിറ്റലിൽ ആക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. എങ്ങനെയുണ്ട് യുദ്ധ അനുഭവം? അല്ല ബാസിതാക്ക അറിയില്ലേനു. ഓളൊരു പരുവത്തിലാക്കിക്കണേ. അത് ഡ്രസ് ചെയ്യാൻ അതിനുള്ളിൽ കുറച്ചൊരു പഞ്ഞി വെച്ചില്ല. ആ പഞ്ഞി വലിച്ചെടുത്തപ്പോ ബാസിക്കാക്ക ബോധം കിട്ടി. പക്ഷെ എന്റെ അമ്മായി പറഞ്ഞത് എന്റെ ആശുപത്രിനെ വല്ലാതെ മിസ് ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ? തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ തിയേറ്റർ അല്ലേ കേട്ടോ. ഐസി എങ്ങനെ ഉണ്ടായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ ഓടി കളിക്കാനും അനുഭവം പറയാം. എങ്ങനെയും ഒരു ഓപ്പറേഷൻ ചെയ്തൊക്കെ ഓർമ്മ ഉണ്ടോ എന്തെങ്കിലും? മെല്ലെ പറഞ്ഞാ മതി. ഞാൻ ഇതില് പറഞ്ഞ കുട്ടിക്ക് സൗണ്ട് ഇല്ല. ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു ഇഞ്ചക്ഷൻ വെച്ചപ്പോ ഈ വീണുപോയി. ഈ ഞാനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞോ. ഞാൻ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞോ. പറഞ്ഞിട്ടേ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് നീ അപ്പൊ ഒരു സൂചിയും കൂടി എക്സ്ട്രാ തന്നോ? എന്റെ വീഡിയോ 1 മില്യൺ അടിച്ചൊക്കെ ഈ പറഞ്ഞോ. കാത് കുത്തുന്ന വീഡിയോ 1 മില്യൺ ഒക്കെ അടിച്ചില്ലൊക്കെ പറഞ്ഞോ. കാതൊക്കെ കുത്തിയിട്ടുണ്ട്, പക്ഷെ ഓട്ടടിഞ്ഞിട്ടുണ്ട്. അതിന് ഊഹിച്ചതാണ്. അപ്പൊ ഡിസ്ചാർജിന്റെ ഒന്നും പറഞ്ഞില്ല. അന്റെ തൊള്ളയിൽ എന്താണ് വെള്ളം വരുന്നത്? ഞങ്ങള് തേനോ എന്താണ് പ്രശ്നം? എന്താണ് പക്ഷോനെ കൈയിടരുത്. അത് അടവകമാണ്. അത് ഞങ്ങൾ ഡിസ്ചാർജ് ഡോക്ടർ നാളെ വരുന്ന സൺഡേ ആയിക്കൊണ്ട് ഡോക്ടർ നാളെ വരും. അതാ എന്റെ മോനെ ചെമ്പും പാത്രമൊക്കെ പഴയ കുപ്പി പാട്ട തകര. അന്വേഷണ ക്ലാസ്സാണ് അത് കൊടുക്കുന്നത്. ഒക്കെ വീഡിയോ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ എടുക്കും. അതപ്പോ നാളെ ഡിസ്ചാർജിനെ പറ്റിട്ട് എന്തെങ്കിലും പറയുമോ ഡോക്ടർ? നാളെ സൺഡേ ഓനെ കാണില്ല. ഓൻ കാണില്ല. എന്ത് ഭാഷ അത്രേ ഉള്ളു കേട്ടോ. അമ്മമ്മയും മോളുമായിട്ട് മോനുമായിട്ട്. അതപ്പോ നാളെ ഡോക്ടർ വന്നാലേ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിയും. നാളെ ഞാനിപ്പം പോവും. നാളെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ രാവിലെ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ വൈകുന്നേരം വരുന്നുണ്ട്. അപ്പൊ ഓള് ആള് ഓക്കെ ആണ്. വലിയ സർജറിയോ കാര്യങ്ങളൊന്നും അല്ല, ചെറിയൊരു സർജറിയേ ഉള്ളൂ അല്ലേ? ബൈ ബൈ. ടാറ്റ.